ആദ്യ പുസ്തകം അധ്യായം 3 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവമായ കർത്താവ് ഉണ്ടാക്കിയ ജീവികളിൽ പാമ്പ് തന്ത്രശാലിയായിരുന്നു. പാമ്പ് സ്ത്രീയോട്, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും പഴം നിങ്ങൾ തിന്നരുതെന്നും ദൈവം സത്യമായി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട് പറഞ്ഞു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും പഴം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ തോട്ടത്തിൻ്റെ മധ്യത്തിലെ വൃക്ഷത്തിൻ്റെ പഴം നിങ്ങൾ തിന്നരുത്. നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് അതിനെ സമീപിക്കുക പോലും അരുത് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. പാമ്പ് സ്ത്രീയോട് പറഞ്ഞു, നിശ്ചയമായും നിങ്ങൾ മരിക്കയില്ല. നിങ്ങളത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടുമെന്നും നിങ്ങൾ നന്മതിന്മകൾ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. ആ വൃക്ഷം അതിൽ നിന്ന് തിന്മാൻ നല്ലതും കണ്ണിന് ഇമ്പമുള്ളതും എന്ന് സ്ത്രീ കണ്ടു. അവൾ അതിൻ്റെ പഴങ്ങളിൽ നിന്ന് എടുത്ത് തിന്നുകയും അവളുടെ ഭർത്താവിന് കൊടുക്കുകയും അവനും ഭക്ഷിക്കുകയും ചെയ്തു. രണ്ടുപേരുടെയും കണ്ണുകൾ തുറന്നു, തങ്ങൾ നഗ്നരെന്ന് അവർ അറിഞ്ഞു. അവർ അത്തിയിലകൾ കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാടകൾ ഉണ്ടാക്കി. വൈകുന്നേരം തോട്ടത്തിൽ ദൈവമായ കർത്താവ് നടക്കുന്ന ശബ്ദം കേട്ടിട്ട് ആദമും ഭാര്യയും ദൈവമുമ്പിൽ നിന്ന് തോട്ടത്തിലെ വൃക്ഷങ്ങൾക്കിടയിൽ ഒളിച്ചു. ദൈവമായ കർത്താവ് ആദാമിനെ വിളിച്ച്, ആദാമേ, നീ എവിടെയെന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ നഗ്നനെന്ന് കണ്ടിട്ട് ഒളിച്ചിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. നീ നഗ്നനെന്ന് ആര് പറഞ്ഞു തന്നു? തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷത്തിൽ നിന്ന് നീ തിന്നുവോ എന്ന് ദൈവം ചോദിച്ചു. എന്നോടുകൂടെ ആയിരിക്കാൻ നീ തന്ന സ്ത്രീ ആ വൃക്ഷത്തിൽ നിന്ന് എനിക്ക് തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് ആദാം പറഞ്ഞു. ഈ കേട്ട ജീവിക്കുന്ന വചനങ്ങളിലൂടെ ദൈവമായ കർത്താവ് നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.